എന്ത് നിനക്കെന്തടി നിങ്ങക്കെന്ത് നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിനക്കെന്തടി നിങ്ങക്കെന്താ നിങ്ങക്കെന്താ സാരസാര മന്ദിരത്തിൽ സാരൻ എന്നൊരു വീരൻ വീരൻ എന്നാൽ എന്റെ ബായ് സുന്ദരിതമയന്തി. ഇതെന്തു ആടിയത്? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? നമ്മൾ പറഞ്ഞു നിർത്തുമല്ലായിരുന്നല്ലോ, അടിച്ചു നിർത്തുമല്ലായിരുന്നോ? ആ, ഇന്നലെ അടിച്ചു നിർത്തിയത് ഏതാണ്ട് ഇവിടെ ആയിരുന്നു. കിടന്ന മുള്ളിയെ ഞാൻ ഇനി അടിക്കും. ഇനി എങ്ങാണ് എന്നെ അടിച്ച ഗീതേ, നിങ്ങൾ എന്താ ചെയ്യും? ഞാൻ പുതിയ പാമ്പറങ്ങിടും. ആ എന്റെ പൊന്നു മനുഷ്യ, നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നോ? നിങ്ങളുടെ തന്തയൊന്ന് ഇങ്ങോട്ട് കേറിയോ? വന്നില്ല. അതൊക്കെ പോട്ടെ, നിന്റെ തന്ത വന്നോ? വന്നില്ലെങ്കിൽ എന്താ, ലീവ് ലെറ്റർ തന്നില്ലേ? ലീവ് ലെറ്ററോ? ആ, വരാൻ പറ്റത്തില്ല, പനിയാന്ന് പറഞ്ഞ് ലീവ് ലെറ്റർ എഴുതി തന്നില്ലേ? നിങ്ങളുടെ തന്ത ലീവ് ലെറ്റർ എഴുതി തന്നായിരുന്നോ? ഇല്ല. ആ, അപ്പൊ അത് നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ തന്തയ്ക്ക് എഴുത്തുമാനെ അറിയത്തില്ലെന്ന് മനസ്സിലാക്കാം. എന്റെ മഞ്ജു. മഞ്ജുവോ? അല്ല, മഞ്ജുവായ ഗീതേ. ശശിയണ്ണോ? ആ, അയ്യോ, കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുവാ. എന്തുവാ? കുബേർ കുഞ്ചി. അയ്യോ, എടി പൊടി 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 പൊടി. വേണ്ടേ, എന്നെ എടി പൊടിനാണ് വിളിച്ചാലുണ്ടല്ലോ. എടി അതല്ലെന്ന്, കണ്ണി കരട് വീണു. അയ്യോ, കണ്ണി കരട് വീണോ? ആ. എടതാണോ വലുതാണോ? നിന്നെ രാത്രിയും പറയാതെ കണ്ണിലെ കരട് എടുത്തതാ. അടങ്ങി കിടക്കാതെ. ആ, അങ്ങനല്ലേ? ആ, കണ്ട് കണ്ട് കണ്ട്. അയ്യോ, എന്തുവാ ഇത്? എന്തേടി എന്തേടി ഒന്ന് കാണിച്ചേ. അത് കൊള്ളാം. ഇത്ര നേരം നിങ്ങളുടെ കണ്ണിനകത്തല്ലേ ഇത് കിടന്നത്? നേരം നോക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ നോക്കാൻ വന്നേക്കുന്നു. ഓടുന്നു മനുഷ്യ, 6 മാസമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുമല്ലായിരുന്നു, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എടേ, എന്റെ കയ്യിലിരിക്കുന്ന സ്വർണം ഞാൻ കൊണ്ട് പണയം വെച്ച് അതൊരു 6 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചെടുക്കണമെന്നൊരു തോന്നൽ വരത്തില്ലയോ? ആ, അത് തോന്നുന്നു. അത്രേ ഉള്ളു. അയ്യോ, അപ്പൊ ഞാൻ സ്വർണ്ണം വേണോ? അതൊക്കെ മേലെ. ആ, മേലെ ആസകലം വേദന. ഞാനൊന്ന് കിടക്കട്ടെ. ആ, കിടക്കാം 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 കിടക്കാം. ഞാൻ പിന്നെ കഴിക്കണ്ടേ? ഞാൻ പുറത്ത് പോയി മേടിച്ചോണ്ട് വരാന്ന്. അതിന് ചേട്ടൻ എന്തിനാ പുറത്ത് വന്നേ? ഇവിടെ ചപ്പാത്തി ഉണ്ടല്ലോ, ഞാൻ ചുട്ടു തരാം. അതിന് ഞാൻ ചപ്പാത്തി മേടിച്ചില്ലല്ലോ. സുഖു കടയിൽ പോയപ്പോ മേടിച്ചോണ്ട് വന്നായിരുന്നു. ആ, ഈ സുഖം ഒറ്റ കാരണമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. 6 മാസം നീ വീട്ടിൽ പോയി അറിയാലോ. ഇനി സുഖുവിന്റെ കാര്യം പറഞ്ഞാ ഗീത എന്റെ സ്വഭാവം മാറും. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എടി, സ്നേഹമില്ലെന്ന് അങ്ങനെ പറയില്ലേ. ഈ അടുക്കള ജോലിയെല്ലാം ചെയ്ത് എന്റെ നടുപൊടിഞ്ഞ് ഞാനൊന്ന് കിടക്കട്ടെ. ആ, കിടക്കാം 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 കിടക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ ഭയങ്കര അഭിനയോ കേട്ടോ, നിങ്ങൾ ഭയങ്കര അഭിനയക്കാരനാണ് നിങ്ങൾ. എടി, അങ്ങനെ പറയല്ലേ. എന്തോ, നമ്മുടെ പുതിയൊരു ജീവിതമല്ലേ, അതുകൊണ്ട് പറഞ്ഞ. ചേട്ടൻ എന്നോട് പിണങ്ങുവോ? ഇല്ല. എന്നോട് വഴക്കുണ്ടാക്കുവോ? മാക്സിമം ശ്രമിക്കാം. അല്ല, വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന്. ഇനി നമ്മുടെ പുതിയ ജീവിതമല്ലേ, നമുക്ക് അങ്ങനെയാണ് ഒരു സെൽഫി എടുത്താലോ? സെൽഫിയോ? ആ, എടുക്കാം. അയ്യോ, എന്നെ കാണുന്നില്ലല്ലോ. തിരിച്ചങ്ങോട്ട് പിടിക്കും. ആ, ഇപ്പൊ കിട്ടി. അയ്യോ, സൂപ്പർ ഫോട്ടോ ആണല്ലോ ചേട്ടാ. ആണോ? നല്ല ഫോട്ടോയാ. അങ്ങനെയാണ് എന്റെ ഒരു ഫോട്ടോ എടുത്തേ. അതെന്തിരാ? അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എനിക്കൊരു ആൽബത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ചേട്ടനോ? ആ, ആഹാ. അവിടെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ എടുക്കട്ടെ ഫോട്ടോ? ആ, അടങ്ങിക്കണേ. ഓ, ഓക്കെ, റെഡി. നിക്ക അവിടെ. ആ കൈ ഇരിക്കുന്നിടത്ത് കള. ആ ഷർട്ട് അങ്ങോട്ട് നീക്കിയിട്ടേ. കൈയുടെ തള്ളവരലെടുത്ത് ഇങ്ങനെ വെച്ചേ. കുറച്ച് ഉയർത്തി പിടിക്കേ. ഇങ്ങനെ വെക്ക്. ചിൻ ഡൗൺ ഡൗൺ. തിരിച്ച്. അയ്യോ ചേട്ടാ, ചാർജ് തീർന്നു പോയി ഫോൺ. ആ, രാവിലെ തൊട്ട് ഇത് ഓൺ ആക്കിയപ്പോഴേ എനിക്കറിയാം ചാർജ് ചെയ്യുന്നു. നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കേണ്ടിരിക്കുമല്ലോ, അതുകൊണ്ടല്ലോ ഞാൻ കൊണ്ട് കുത്തിയിടാൻ പോവാ. മുട്ടയുടെ റെട്ടുകാലി. മരണന്റെ വീട്ടിൽ രമണൻ പറയാൻ വന്നതാ. രമണന്റെ വീട്ടിൽ മരണം പറയാൻ വന്നതാ. ആരാ മരിച്ചത്? മാമനാ മരിച്ചത്. നീ എന്തിനാടി കരയുന്നേ? മാമൻ മരിച്ചെന്ന് പറഞ്ഞു. ഏത് മാമൻ? അയ്യോ, അത് ചോദിച്ചില്ല. ഏത് മാമനാ മരിച്ചേ? കട്ടപ്പനയിലെ മാമൻ. അയ്യോ, അത് ഞങ്ങൾക്ക് ബന്ധമുള്ള മാമനാ. ആണോ? ഞാൻ ഈ വിവരം പറയാൻ വേണ്ടി രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴേ വീട് പൂട്ടി കിടക്കുന്ന, രമണനും ഇല്ല, ഭാര്യയുമില്ല. അണ്ണാ, അവര് രാവിലെ 6 മണിയായപ്പോ ഇതുവഴി പോയില്ലേ അണ്ണാ? അവര് ഭാര്യയും ഭർത്താവും രാവിലെ ട്യൂഷന് പോയതല്ലേ? അല്ല, ടൂറിന് പോയത് 5 വർഷം കഴിഞ്ഞാ വരുത്തുള്ളൂ. അയ്യോ, ഇങ്ങനെ പോയോ എന്നോ ചെയ്യും. അതാ എങ്ങനെ മരിച്ചത്? അതോ, പരിചയക്കുറവ് കൊണ്ട് മരിച്ചതാ. പരിചയക്കുറവ് കൊണ്ടൊക്കെ മരിക്കൂ? പിന്നെ പുള്ളി ആദ്യമായിട്ടല്ലേ വിഷം അടിക്കുന്നേ, അതിന്റെ ഒരു ചെറിയ പരിചയക്കുറവുണ്ട്. പുള്ളി മരിക്കാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് വന്നപ്പോഴത്തേക്കിങ്ങനെ പറയാൻ പറ്റാതെ ഒന്നും മനസ്സിലായില്ല ആർക്കും. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇല്ലേ?
പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്ന്, പക്ഷെ അത് ആർക്കും അങ്ങോട്ട് വ്യക്തമായില്ല. അപ്പൊ അടുത്ത ആരും ഇല്ലായിരുന്നു? വിക്രമൻ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വിക്രമനോട് ചോദിച്ചാ പോരെ? വിക്രമനോട് ചോദിച്ചപ്പോ വിക്രമൻ കിടന്നോണ്ട് അക്രമം കാണിക്കുന്നു. അതെന്തിന്? വിക്രമൻ അവരുടെ വീട്ടിലെ പട്ടിയല്ലേ, അത് പിന്നെ അക്രമം കാണിക്കൂലേ? എന്നാ പിന്നെ അവർ ഭാര്യയോട് ചോദിച്ചാ പോരായിരുന്നു? അവര് കണ്ടോണ്ടിരിക്കുവല്ലേ. കണ്ടോണ്ടിരിക്കണോ പിന്നെ എളുപ്പമല്ലേ ചോദിക്കാവല്ലോ. അയ്യോ, കണ്ടോണ്ടിരിക്കുന്നവരെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അവരെന്ത് കണ്ടോണ്ടിരുന്നത്? ടിവിയിലെ സീരിയല്. സീരിയൽ കണ്ടോണ്ടിരുന്ന ആർക്കായാലും ദേഷ്യം വരും. ചേട്ടാ ഒരു മോളില്ല അന്നേരം? ഉണ്ടായിരുന്നു. അവളോട് ചോദിച്ചാ പോരാൻ? അവൾ അത്യാവശ്യമായിട്ട് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയേക്കുവായിരുന്നു. അത്യാവശ്യമായിട്ടൊക്കെ ഒളിച്ചോടാനുണ്ട്? പിന്നെ അണ്ണാ നീ വന്നേ. എന്താ പാടി? ഇങ്ങനെ ഒരു അത്യാവശ്യം വന്ന ആരായാലും ചെറുതായിട്ടൊന്ന് ഒളിച്ചോടും. നിനക്ക് അങ്ങനെ വല്ല അത്യാവശ്യം ഉണ്ടോ? എനിക്കെങ്ങും ഇല്ല. അതെ, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തുവാ? അല്ല, എനിക്കങ്ങ് കട്ടപ്പന തിരിച്ചു പോകണ്ടേ. ഓ, കട്ടപ്പന പോകുന്നത്. അണ്ണാ ഞാൻ വെച്ചുണ്ടാക്കട്ടെ. നീ എന്തിനാ ഒച്ച ഉണ്ടാക്കാൻ പോന്നെ ഇപ്പൊ? ഒച്ച ഉണ്ടാക്കട്ടെ എന്നാണോ വെച്ചുണ്ടാക്കട്ടെ എന്ന്? ഓ, വെച്ചുണ്ടാക്കണ്ടേത്. ശരി. പിന്നെ കട്ടപ്പനയിൽ എങ്ങനെയാ സ്ഥലമൊക്കെ? എല്ലായിടത്തും ഉള്ള പോലെ തന്നെ, മണ്ണും പുല്ലും ഒക്കെയാ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ പിന്നെ എങ്ങനെയാണ്? ഇവിടെ പുല്ലും മണ്ണും ഒക്കെയാ. ആണോ? പിന്നെ നിങ്ങൾ ഇവിടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, പിന്നെ 2 മക്കളുണ്ട്. അവര് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അയ്യോ, എന്നാ ഇച്ചിരി കാശൂടെ കൊടുത്തില്ല, ഇരുത്തി പഠിപ്പിച്ചാലല്ലോ. അതല്ലെന്ന്, പിന്നെ പുറത്ത് നിന്ന് പഠിക്കുവാന്ന്. ആണോ? ഹോംവർക്ക് ചെയ്ത് കാണത്തില്ല അതാ. അല്ല, ജോലി എന്തോന്നാ പറഞ്ഞേ? ഞാൻ ഒറ്റപ്പാലത്ത് നിൽക്കുമല്ലായിരുന്നു. എന്തിനാ ഒറ്റക്കാലം നിൽക്കുന്നേ? ഒറ്റക്കാലം നിൽക്കുമെന്നാണോ പറഞ്ഞത്? പിന്നെ ഒറ്റപ്പാലത്ത് ഞാൻ ജോലിക്ക് നിൽക്കുവാണെന്ന്. പിന്നെ കട്ടപ്പന നിൽക്കുവന്നല്ലേ പറഞ്ഞു മുമ്പ്? കട്ടപ്പനയിൽ എന്നെ കെട്ടിച്ചു വിട്ടത് എവിടാന്നല്ലേ പറഞ്ഞത്? കട്ടപ്പനയിലെ എന്നെ കെട്ടിച്ചു വിട്ടത് എവിടാന്ന് മനസ്സിലായില്ല. ഇല്ലേ? അതായത് ആണുങ്ങളില്ലാത്ത കുടുംബമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചത്ത് നിൽക്കുമായിരുന്നു. ചത്ത് നിൽക്കുന്നു? അല്ല, ദത്ത് നിൽക്കുമായിരുന്നു. ഓ, അങ്ങനെ. എണ്ണോ ഓ, കിടക്കണ്ടായോ? നീ ഊണ് കഴിഞ്ഞിട്ട് കിടക്കാം. ഗ്യാസ് ഇല്ലെന്ന്. അണ്ടാ, ഗ്യാസ് തീർന്നെന്ന്. ചുമ്മാ ഇരുന്നപ്പോ പെറുക്കി തിന്നു കാണും. അതാ. അല്ല, ഇനിയിപ്പോഴേ പോകാനായിട്ടേ. അല്ല, കട്ടപ്പനക്ക് പോവില്ലേ? അല്ല, കട്ടപ്പനക്ക് ഇപ്പൊ ഒരു ബസ്സുണ്ട്. പക്ഷെ അത് എപ്പോഴാ പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ചെന്നാലുവേ വണ്ടി കിട്ടത്തില്ല. ഓ, അങ്ങനെ. ഇപ്പൊ രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും രമണനും ഇല്ല, ഭാര്യയും ഇല്ല. എനിക്കാണെ വിശക്കുന്നുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. ഇനിയിപ്പൊ എന്നാ ചെയ്യുമെന്നുള്ളതൊക്കെയാ. എന്നാ പിന്നെ എങ്ങനെങ്കിലും വിശന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പൊ ഒരു ദിവസം വിശന്നിരുന്ന ആരും ചത്തൊന്നും പോകത്തില്ലല്ലോ. ഇല്ല. പിന്നെ എനിക്ക് വെളുപ്പിനെ കൊണ്ടോണ്ട് ഇച്ചിരി നേരത്തെ കിടക്കുവാണെങ്കിൽ നേരത്തെ പോകാൻ പറ്റും. ഓ, ആയിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഓക്കെ. അയ്യോ പാപം, ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നല്ലേ, ഉറക്കൊക്കെ കാണും, നല്ല ക്ഷീണം കാണും. അതുകൊണ്ടും ഉറങ്ങിയേക്കാം. അയ്യോ പാവം, ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് എന്ത് വിശ്വസിച്ച് കിടക്കുമോ എന്ന് ആർക്കറിയാം. എന്തുവാ? അതെ, ഞാനൊരു ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാണക്കേടായി പോയി. എന്ന് രാവിലെ മുഖത്തോട് മുഖം കണ്ടല്ലോ. എന്നാലും അതങ്ങനെ ശരിയാവും? എന്തുവാ? ഒന്ന് ഇറങ്ങി തന്നാ എനിക്ക് കേറിപ്പോവായിരുന്നു. അയ്യോ, സോറി, അബദ്ധം പറ്റിയതാണ്. സോറി. ഒന്നും വിചാരിക്കല്ലേ. അയ്യേ, ഇല്ല, ഒന്നും വിചാരിക്കല്ലേ. കണക്കേട്. അയ്യേ, ദൈവമേ, എന്തോ വിചാരിച്ച് കാണും പാവത്തങ്ങള്. വേറെ വല്ലവരുമാണ് വെട്ടി എന്നെ കീറിയനെ. അയ്യോ ദൈവമേ, ഈ വീട്ടുകാർക്ക് ദീർഘായുസ് കൊടുക്കണേ ഭഗവാനെ. തഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ. രമണന്റെ വീട്ടിൽ മരണം പറയാമെന്നാ. അതിനെതിരെ ഇവിടെ വന്ന് നടക്കുന്നത്? അല്ല, അവിടെ ചെന്നപ്പോ രമണന്റെ വീട്ടിൽ ആരുമില്ല, അവര് വീട് പൂട്ടിയിട്ടിട്ട് പോയി. അപ്പൊ ഈ വീട്ടുകാരാണ് പറഞ്ഞത്, അവരുടെ ബന്ധുക്കാരാണ്, അതുകൊണ്ട് ഇവിടെ കിടന്നു, എന്നിട്ട് വെളുപ്പിനെ കട്ടപ്പനയ്ക്ക് പോകാമെന്ന്. ഈ വീട്ടുകാർ? ഈ വീട്ടുകാര്. ഈ വീട്ടുകാർ മരിച്ചത് 2 വർഷം കഴിഞ്ഞല്ലോ. ആണോ? അയ്യോ, അങ്ങനെ ചാടിക്കാരി മരിക്കാൻ നിൽക്കില്ലേ. നീ കാണാൻ മരിച്ചു പോയ നിന്റെ ചാക്കാല പറയാൻ 4 വർഷം മുമ്പ് മരിച്ച ഞാൻ പോകേണ്ടി വരും.